നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിലേക്കുള്ള പോക്ക് എങ്ങനെ സാധ്യമാണോ ഇല്ലയോ എന്ന ചെറിയൊരു റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സീസണിൽ ആകെ ഒരു ക്ലീൻ ഷീറ്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലും ഈ സീസണിലെ മത്സരങ്ങളോട് നോക്കിയാൽ 19-20 ക്ലീൻ ഷീറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിട്ടുണ്ട്. ഈ സീസണിൽ ചെന്നൈ എഫ്സിക്കെതിരായിട്ടുള്ള കളിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ടേബിളിൽ ആദ്യ 6 സ്ഥാനക്കാർക്ക് മാത്രമേ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ക്ലീൻ ഷീറ്റ് ഇല്ലാതെ ഈ പോക്ക് പോയാൽ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെയാണ് മുന്നേറ്റ നിരയിൽ വരുന്ന ആ ഒരു ക്ലിനിക് ഫിനിഷിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നോക്കിയാൽ ജീസസ് ഹിമിനസും നോവാസുദോയിയുടെയും പ്രകടനം നോക്കുകയാണെങ്കിൽ അവർക്ക് ഫിനിഷ് ചെയ്യാനുള്ള അവസരം അവർ മുതലെടുക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സന്ദീപ് സിംഗിന് അവസാനം കിട്ടിയ ആ ഒരു അവസരം എങ്ങനെയാണ് അദ്ദേഹം കളഞ്ഞതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവപ്പെടുന്ന ഈ ഒരു പ്രഷർ. ഇതെല്ലാം കളിയിൽ നിന്ന് ഒന്നും കൂടെ ഉണർവോടെ കളിച്ചാലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പോയിൻ്റ് ടേബിളിൽ 8-7 ആ ഒരു സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കേണ്ടി വരും. അടുത്ത കളികളിൽ ഇതെല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് ആരാധകരുടെയും കോച്ചിൻ്റെയും എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ ഇതാണിപ്പോൾ കിട്ടിയ പുതിയ റിപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഫുട്ബോളിൻ്റെ വാർത്തകൾ അറിയാൻ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.